ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആളുകൾക്ക് ഇത് കാണാനിടയായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഒന്നെങ്കിൽ കോപ്പിറൈറ്റ് അടിച്ച് കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് ചിലരൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രബുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പ്രബലരായിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, അവരെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അറിയാലോ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങൾ. അതായത് അവരെ തന്നെ വിളിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്. അതായത് നമ്മൾ കാരണം നമ്മുടെ പ്രേക്ഷകർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ അവരാണല്ലോ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം ഇവർ ചെയ്യുന്ന പരസ്യങ്ങളാണെങ്കിലും ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ ആണെങ്കിലും എല്ലാം മറ്റുള്ള ആളുകളെ, എല്ലാവരെയും ഒന്നുമല്ല, പക്ഷെ ഒന്നോ രണ്ടോ പേരെയെങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇവരുടെ 1-2 ഇൻസ്റ്റഗ്രാം പേജുകൾ പൂട്ടി. ആരാണ് പൂട്ടിയത്? നമ്മുടെ കേരള പോലീസ് പൂട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആപ്പുകളാണ് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് എന്താണ്? ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 15 ലക്ഷം, 12 ലക്ഷം എല്ലാം കിട്ടിയിട്ട് ഇവരിത് വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഷോർട്ട് വീഡിയോ ഇടുന്നത് പോലും ഇവരുടെ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് വലിയ കോമഡി. അപ്പോൾ ഇവരുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവരുടെ ആരാധകരോ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു ചെറിയൊരു വ്ളോഗ് വരും, ഒരു ഷോർട്സ് വീഡിയോ വരും. അയ്യോ വന്നല്ലോ, ഏട്ടായിൻ്റെ വന്നല്ലോ, ഏച്ചീൻ്റെ വന്നല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എല്ലാം ഇങ്ങനെ കുത്തിയിരുന്ന് കാണുമ്പം അവസാനം ഈ പൈസ ഞാൻ ഉണ്ടാക്കിയത് എവിടെ നിന്നാണെന്നറിയോ? ഇതാ ഈ ആപ്പിൽ നിന്നാ, രാജ ആപ്പ്, നമ്മുടെ ടിൽ പേയ്മെൻറ്റ് ആപ്പ്. എന്നാണ് രാജ ആപ്പ്, റമ്മി സർക്കിൾ റമ്മി, രാജാ സർക്കിൾ, എന്തൊക്കെ പേരിലാണ് ഈ സാധനങ്ങൾ വരുന്നതെന്നറിയോ? അങ്ങനെ പിന്നെ കളർ പ്രൊഡിക്ഷൻ. നിങ്ങൾക്കറിയോ, ഞാൻ ഈ ബസ് വാങ്ങിയത് ഈ ഒരു പൈസ വെച്ചിട്ട് ഇവന്മാർ കാറ് മേടിക്കുന്നു, ബസ് മേടിക്കുന്നു, വീട് വെക്കുന്നു. എന്നിട്ട് വന്നിരുന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ്, മോനെ നിങ്ങൾ പണിക്കൊന്നും പോണ്ട, നിങ്ങൾ ഇതാ ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മതി എന്നുള്ള ഡയലോഗ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഫോളോവേഴ്സിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം കണ്ട് പണിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പൈസയൊന്നും ഇല്ലാണ്ട് കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ചങ്ങായി എന്ത് ചെയ്യും? ഇത് കൊള്ളല്ല പരിപാടി, നമ്മുടെ സുജിനേട്ടൻ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വയനാടൻ വ്ളോഗർ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ നമ്മുടെ എന്നാ ഉമ്മയും മോനോ അങ്ങനെ പറഞ്ഞ ചങ്ങായെല്ലാം കൂലിപ്പണി എടുത്തുകൊണ്ട് നടന്നതാണ്. ഇപ്പം നോക്കുമ്പോൾ വലിയ വീട് വെച്ചു, കിടിലൻ സെറ്റപ്പ്. അപ്പോൾ ഇത് കാണുന്ന ഇവരുടെ ഫോളോവേഴ്സ് അറിയാതെ എങ്ങനെ ചിന്തിച്ചു പോകും, അയ്യോ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കിട്ടുമല്ലേ, എന്നാൽ പിന്നെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് പണിയും. എന്നിട്ടോ 1000 വെക്കും ആദ്യം, എന്നിട്ട് ചിലപ്പം അന്നേരം ഒരു 1500 രൂപ കിട്ടിയെങ്കിലായി. പിന്നെ അവർ 2000 വെക്കും. അങ്ങനെ 2000 വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 2100 പോകും. അപ്പോൾ അയ്യോ 1000 രൂപ പോയല്ലോ, എന്നാൽ പിന്നെ വീണ്ടും വെക്കാം എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ എൻ്റെ ഒരു ചങ്ങായി ഫുൾ ടൈം ഇങ്ങനെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ കളിക്കുന്ന കാണാം. അപ്പം ഞാൻ വിചാരിച്ചു വല്ല ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ അതെല്ലാം നോക്കുന്നതായിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ പറയുന്ന റമ്മി കളിക്കുന്നത്. നമുക്ക് ശരിക്കുള്ള റിയൽ റമ്മി നമുക്ക് അറിഞ്ഞുകൂടാ, ഈ പറയുന്ന ഫോണിലുള്ള റമ്മി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, എന്താ പരിപാടി, ചീട്ടുകളിയാണോ? അപ്പോൾ ഇപ്പോഴൊന്നും അല്ലടാ, പണ്ട് കൊറോണ സമയത്താണ്. പറഞ്ഞു അല്ല, ഇത് മറ്റേ റമ്മി, ഓൺലൈൻ റമ്മിയാണ്. അന്നൊന്നും ഈ റമ്മിനെ കുറിച്ച് ഇത്രയും വലിയ ചർച്ചകളും പരിപാടികളും നടക്കുന്ന കാലമല്ല, 2019 2020. അപ്പോൾ ചങ്ങായി ഇരുന്ന് ഇങ്ങനെ കളിയാണ്. കാരണം കൊറോണ ആയതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ റൂമിലിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഇതിരുന്ന് കളിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കളിക്കും, നമുക്ക് ശരിക്കുള്ള റമ്മി പോലും കളിക്കാൻ അറിയില്ല. അതുകൊണ്ട് പറഞ്ഞു ഇത് അടിപൊളിയാണ്, സംഭവം സൂപ്പറാണ്, മറ്റേതാ മറിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ചങ്ങായി കളിക്കുന്നത്. അവസാനം 8 നില കുറേ പൈസ പോയി കഴിഞ്ഞപ്പം ചങ്ങായിക്ക് മനസ്സിലായി ഇത് പരിപാടി ഇതാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഇവന്മാരെല്ലാം വന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും ഒരു 100 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 പേരെങ്കിലും അവരുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ സാധനം പോയി കളിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം 5 പൈസ പോലും കയ്യിൽ ഇല്ലാണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു 500 രൂപ കിട്ടിയാൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പൈസ ഇടുന്നത്. എവിടെയെങ്കിലും കടം മേടിച്ചിട്ടായിരിക്കും ഇടുന്നത്. നിങ്ങൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. അതായത് കടം മുടിഞ്ഞ് 50 ലക്ഷം 60 ലക്ഷം രൂപയെല്ലാം കടമായിട്ട് ആത്മഹത്യ ചെയ്തു, കുടുംബം വിൽക്കേണ്ടി വരുന്നു, അങ്ങനെ എന്തെല്ലാം കേസ്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഒരു നാണം ഉളുപ്പും ഇല്ലാണ്ട് വന്നിരുന്നിട്ട് പറയുകയാണ്, നമ്മൾ മേടിച്ചത് ഇത് വെച്ചിട്ടാണ്, നമ്മൾ ഇത് കളിച്ചിട്ടാണ് ഇത് മേടിച്ചത്. എന്തെങ്കിലും ഒരു ബോധം അല്ലെങ്കിൽ ഈ പൈസ എന്ന് മാത്രം വിചാരിച്ചിട്ട്
സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇവന്മാരെ പോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വേണം പറയാൻ. അപ്പോൾ എന്തായാലും ഇവരുടെ കുറച്ച് പേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ചിട്ടുണ്ട് കേരള പോലീസ്. അപ്പോൾ ഇനിയും വഴിയെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ചതിൽ പ്രബുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ പ്രബലരായിട്ടുള്ള ഒരുപാട് പൈസ ഇട്ട് അമ്മാനമാടുന്നവർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു 13,000 അല്ലെങ്കിൽ 15,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് വരെ 50,000 60,000 രൂപയാണ് ഇവർ കൊടുക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇവർക്കൊക്കെ എത്ര രൂപ കിട്ടുന്നുണ്ടാവും? ഈ കഴിഞ്ഞ ദിവസം ഈ മെയിൻ താരങ്ങളിൽ ഒരാൾ ഒരു ബസ് മേടിച്ചു. അത് മാത്രമല്ല ഒരു വീട് വെക്കുന്നുണ്ട്, പിന്നെ ഒരു ഇതാക്കുന്നുണ്ട്, കാറ് മേടിച്ച്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഇതിൻ്റെ കമ്മീഷനും ഇവർക്ക് കിട്ടുന്ന അല്ലാതുള്ള പൈസയും. ഇവർ കാണിക്കുന്ന ഈ പറയുന്ന പ്രൊമോ വീഡിയോസ് ഇല്ലേ, നിങ്ങൾ കാണുന്ന ഷോർട്സ്, എല്ലാ ഷോർട്സിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ഉണ്ടാവും. അപ്പം നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റി അവസാനം കൊണ്ടുപോയി ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പം മെയിനായിട്ട് വേറൊരു താരം ബിഗ് ബോസിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു ആളാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ജാഫറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു ഷോർട്സ് വീഡിയോ ആണ്. ഹലോ, ഇന്നത്തെ ഷോർട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിടെ പോയിട്ട് ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വെറുതെ ഇരുന്ന് മുഷിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫ്രണ്ട് ആപ്പ് എടുക്കുക, എന്നിട്ട് അതിലിങ്ങനെ ചാറ്റ് ചെയ്യുക, ഗെയിം കളിക്കുക. ഇതിൽ ആരാണ് മണ്ടന്മാർ? ഷോർട്സ് വീഡിയോ ആണെന്നും പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അവസാനം പോയിട്ട് നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തുകയാണ്. ആ ആപ്പ് എന്താണ്? ഫ്രണ്ട് ആപ്പ്. ഈ പറയുന്ന റമ്മി സർക്കിളും അതും ഇതും എല്ലാം പോലെ തന്നെ ഒരു ആപ്പാണ് ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ്. അതായത് ഈ ഒരു ആപ്പിൻ്റെ അകത്ത് കയറി ഇതേപോലെ കൂട്ടുകാരോ അല്ല കൂട്ടുകാരികളായിട്ട് ചാറ്റ് ചെയ്യുക, കോൾ ചെയ്യുക, എന്തൊക്കെ പരിപാടിയാണ്, എന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇവർക്കൊക്കെ എത്ര പൈസ, ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ദാരിദ്ര്യമായതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആക്രാന്തം, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വന്നിട്ട് നിങ്ങൾ ജാസ്മിൻ ജാഫറിൻ്റെ ഫാൻസ് വന്നിട്ട് എൻ്റെ നെഞ്ചത്തോട്ട് കയറിയാലും കുഴപ്പമില്ല. ഇതെല്ലാം വെറും ശുദ്ധ പോക്കൃത്തരമാണെന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഷോർട്സിൻ്റെ അടിയിലും ഒരു പ്രൊമോഷനും ആയിക്കോട്ടെ, പ്രൊമോഷനൊക്കെ അവർ ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല, നല്ല നല്ല സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അതായത് ഇന്നിപ്പം നമ്മളൊരു ഉദാഹരണത്തിന് ഒരു മുഖത്ത് വെക്കുന്ന എന്തെങ്കിലും ക്രീമിൻ്റെ പരസ്യം ചെയ്തെന്ന് വിചാരിച്ചോ, അതിൻ്റെ അകത്ത് പറയും ഞാൻ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണ് ഇത് എന്നും പറഞ്ഞ് പറയും. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പം വേറെ പ്രോഡക്റ്റ് ഇതേ സാധനം, അതായത് മുഖത്ത് വെക്കുന്നതൊക്കെ ആയിരിക്കും, ഇതേ സാധനത്തെ കുറിച്ചിട്ട് വന്നിട്ട് പറയും ഇതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ 2 സാധനവും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ കണ്ടതാണ്. അതായത് വ്ളോഗിൻ്റെ അവസാനം കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഫ്രണ്ട് ആപ്പിന് നിങ്ങൾ പറയും അത് നല്ല ആപ്പാണെന്നൊക്കെ വേണം പറഞ്ഞ് ചിലപ്പം വരാം, അത് റമ്മി സർക്കിൾ പോലെയൊന്നും അല്ല എന്നുള്ളത്. എന്ത് നല്ല ആപ്പ്? ഈ ഓൺലൈൻ കയറിയിട്ട് മറ്റുള്ളവരായിട്ട് കമ്പനി കൂടിയിട്ട് ഇതാക്കുന്ന ആപ്പ്. എന്തായാലും ഉടായ്പ തന്നെയാണേ. ഇവർക്ക് ഇതിനെല്ലാം നല്ല പൈസ കിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ്. ഇവർക്കൊന്ന് ദാരിദ്ര്യമായതുകൊണ്ടാണ്. ഇവർക്ക് അല്ലാതെ തന്നെ യൂട്യൂബിൽ വരുമാനമുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വേറെയും വരുമാനങ്ങളുണ്ട്, എന്നിട്ടാണ് ഫേസ്ബുക്കിൽ വരുമാനമുണ്ട്, എന്നിട്ടാണ് വന്നിട്ട് ഇങ്ങനത്തെ കുറേ ആപ്പുകളും കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുമ്പം എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ യൂട്യൂബ് പരിപാടികളിൽ നമ്മുടെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ വന്നിരുന്ന് കത്തിയടിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വായ്ത്താളം അടിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് വായ്ത്താളം അടിക്കുന്ന ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് കൂടുതൽ റീച്ചെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചങ്ങയാണ്. ഞാൻ സ്ഥിരം കാണുന്നതാണ്, എല്ലാ വീഡിയോയും കാണുന്നത്, മിക്ക വീഡിയോയും കാണുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് സാത്താൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്, എന്താ ശിവാന്ന് വെച്ചാന്ന് തോന്നുന്നു പേര്, ശരിക്കുള്ള പേര്. അപ്പോൾ പുള്ളിക്കാരൻ ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നാട്ടിലുള്ള നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ആളുകളുടെ പേജെല്ലാം പൂട്ടിപ്പോയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിക്കാരൻ്റെ വീഡിയോ ഇങ്ങനെ സ്ഥിരം കാണുന്ന ആളായതുകൊണ്ട് നോക്കുമ്പോൾ ഒരു വീഡിയോൻ്റെ പരസ്യമായിട്ട് വരുന്നത് ഈ ചങ്ങായി റമ്മി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ. അപ്പോൾ ആരായി? വേലി തന്നെ വിളവ് തിന്നാന്ന് കേട്ടിട്ടില്ലേ? ഇത് കണ്ടോ? എന്റെ റമ്മി സ്കിൽസ് ഉപയോഗിച്ച് ഇത്രയധികം പൈസ നേടാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എളുപ്പത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന റമ്മി ടൈമിൽ 20,000 രൂപ വരെ വില വരുന്ന ടേബിൾസ് ഉണ്ട്. യെസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫുൾ വീഡിയോ ഞാൻ ഇടുന്നില്ല.
അപ്പോൾ ഇത് ഞാനിങ്ങനെ വേറൊരു വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ പരസ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ചങ്ങായി ഇതേപോലെയുള്ള റമ്മി സർക്കിളിനെയും ഈ സാധനത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിന് ശേഷം ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആളുകൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ചങ്ങായി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ചങ്ങായി പറയുന്ന ഇതാണ്, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തതാണ്. ഒരു 3-4 മാസം മുമ്പ് ഞാൻ കുറച്ച് ഈ പറയുന്ന വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നപ്പം കുറച്ച് പട്ടിണിയായപ്പോൾ കുറച്ച് പൈസയ്ക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ ചെയ്തതാണ്. ഇനി ഞാൻ ചെയ്യൂല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, പൈസയ്ക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങനത്തെ വൃത്തികെട്ട ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതാണോ ചേട്ടായി? നല്ലതല്ലല്ലോ. അപ്പോൾ ചങ്ങായി തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇനിയാണെങ്കിലും പുള്ളിക്കാരൻ ഇതേപോലെ സാധനം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യും. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തോടൊരു Q&Aയിൽ ആൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ചോദിച്ചപ്പം ഇതേ ആൾ പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേട്ട് നോക്കണം. എൻ്റെ ബിഗ്ഗസ്റ്റ് എയിം ഇൻ ലൈഫ്, ബിഗ്ഗസ്റ്റ് എയിം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, ഒരുപാട് പൈസ. ആൻഡ് ഈ പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്ന ഉണ്ടാക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഇല്ലീഗലായിട്ട് ഉണ്ടാക്കാനാണെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെയുള്ള നാട്ടിലുള്ള സൊസൈറ്റിയുടെ നമ്മളത്തെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ആരും നല്ല പിള്ളേരൊന്നുമല്ല. നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന മന്ത്രിമാരുൾപ്പെടെ താഴെക്കടലുള്ള ആളുകൾ വരെ ലീഗലായിട്ട് എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ അഴിമതി, കുംഭകോണം എല്ലാം ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലീഗലായിട്ട് പൈസ ഉണ്ടാക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ കുറേ പൈസ എനിക്ക് ഏട്ടായിക്ക് പൈസ ഉണ്ടാക്കണം. അതിപ്പോൾ ഇല്ലീഗലാണെങ്കിലും വേണ്ടില്ല, അത് മല്ലീഗലാണെങ്കിലും വേണ്ടില്ല, എന്ത് ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും ചങ്ങായിക്ക് പൈസ ഉണ്ടാക്കണം. അത് തന്നെയാണ് ഇപ്പോൾ പുള്ളി ചെയ്തത്. അതായത് എങ്ങനെയാണെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക. അതിപ്പോൾ ലീഗലാവണമെന്നൊന്നുമില്ല, എങ്ങനെ ഉണ്ടാക്കുക, അതിന് കിട്ടിയ ഒരു പരിപാടിയാണ് ഈ പറയുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ കുഴിയിൽ ചാടാൻ വേണ്ടി നിൽക്കരുത്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു കുഴി തന്നെയാണ്. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 1-2 പേരെ കണ്ടിട്ടുള്ളെങ്കിലും ഇതേപോലുള്ള അവന്മാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ പോയി എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ഈ ചങ്ങായിനെ പറയുന്നത് കേട്ടോ, എനിക്ക് കുറേ പൈസ ഉണ്ടാക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, നേരായ വഴി ചെയ്യുക, ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. പക്ഷേ പുള്ളി പറയുന്നത് കേട്ടോ, എനിക്ക് എങ്ങനെയാണെങ്കിലും കുറച്ച് പൈസ ഉണ്ടാകും, 10 പൈസ ഉണ്ടാകണം. അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണ്? നമ്മുടെ മെയിൻ ആളുകൾ, അതായത് നമ്മുടെ മന്ത്രിമാരും രാജാക്കന്മാരെല്ലാം ഇതേപോലെ എല്ലാവരും നേരെ വഴിയൊന്നും അല്ലല്ലോ പൈസ ഉണ്ടാക്കുന്നത്. എടോ, അവർ നേരെ വഴി അല്ല പൈസ ഉണ്ടാക്കുന്നെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. അങ്ങനെ മോശമായ രീതിയിൽ പോകുന്നവരെ കുറ്റം പറഞ്ഞ് നിൽക്കുന്ന നമ്മൾ തന്നെ വന്ന് പറയുകയാണ്, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, പക്ഷെ അത് ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ പൈസ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ശരിയായുള്ള കാര്യമാണോ? എനിക്കറിയാം, എന്നേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും എന്നേക്കാൾ കൂടുതൽ വ്യൂസുമുള്ള ഇദ്ദേഹത്തെ പോലുള്ളവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഫാൻസ് വന്നിട്ട് ചിലപ്പോൾ പൊങ്കാല ഇടുമായിരിക്കാം, അല്ലെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും തെറി വിളിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുമായിരിക്കാം. ഇത് വല്ല 1 ലക്ഷം പേരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലനേഷനായിട്ട് വരും. ഇല്ലെങ്കിൽ വന്നിട്ട് ചിലപ്പം നൈസായിട്ട് വന്ന് സ്ട്രൈക്ക് എല്ലാം തന്നിട്ട് പോകും. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഇവരുടെയൊക്കെ ഫോളോവേഴ്സ് ആയിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് ആണെങ്കിലും ബാക്ക് ആപ്പ് ആണെങ്കിലും ഈ പറയുന്ന രാജ ആപ്പ് ആണെങ്കിലും റമ്മി സർക്കിൾ ആണെങ്കിലും ഇതെല്ലാം ഉഡായിപ്പ് പരിപാടികളാണ്. ഇതെല്ലാം പറഞ്ഞ് ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും വരുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വലയിൽ നിങ്ങൾ കുടുങ്ങാതിരിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.